നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ എക്സാമിന് കറക്റ്റ് 50 മാർക്കിന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചിട്ട് പോയാലേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. സോ ദാറ്റ്സ് വൈ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, അതിനകത്ത് നോട്ട് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ ദിവസം ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതിൻ്റെ PDF എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട്സോ വീഡിയോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ആരാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാദർ? ആരാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാദർ? ആരാണ്? നമ്മുടെ അരിസ്റ്റോട്ടാണ്. അതേപോലെ തന്നെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വന്നതാണ്? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ വാക്ക് എവിടെ നിന്ന് വന്നതാണ്? ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നതാണ്. ഇനി അടുത്ത്, പൊളിറ്റിക്കൽ സയൻസ് എന്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്? നമ്മുടെ സ്റ്റേറ്റിനെ പറ്റിയിട്ടും പവേഴ്സിനെ പറ്റിയിട്ടുമുള്ള ഒരു സ്റ്റഡിയാണ്. പിന്നെ അടുത്ത് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, കാറൽ മാർക്സിനെ പറ്റി നമുക്കറിയാം. കാറൽ മാർക്സിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം. അപ്പം മുകളിൽ കൊടുത്തേക്കുന്ന കാറൽ മാർക്സിൻ്റെ ഒരു തിയറിയാണ്. ഈ തിയറിയുടെ വക്താവ് ആരാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇങ്ങനെയുള്ള ക്ലാസിക്കുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുമായിട്ടുള്ള തിയറീസൊക്കെ എഴുതിയിട്ടുള്ളത് നമ്മുടെ കാറൽ മാർക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ ലിബർട്ടി എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്? എവിടെ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ് ലിബർട്ടി എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്? അതെവിടെ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിലുള്ള ആളുകൾ, മിസ്സേ ഞങ്ങൾ മലയാളം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച് വെച്ചിട്ട് പോയാലേ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദ വേർഡ് ഓഫ് ജസ്റ്റിസ്? ജസ്റ്റിസിൻ്റെ മീനിങ് എന്തോന്നാണ്? റൂൾ ഓഫ് ലോ. ഇതൊക്കെ എന്തോന്നാണെന്നല്ല നമ്മൾ ആ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഇക്വാലിറ്റി മീൻസ്. ഇക്വാലിറ്റി എന്ന് വെച്ചാൽ എന്തോന്നാണ്? സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിയാണ് ഇക്വാലിറ്റിയെ പറ്റിയിട്ട് പറയുന്നത്. ഇനി അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യനാണ്, 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ് ഏതൊക്കെയാണ്? ദി എക്സിക്യൂട്ടീവ്, ദി ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി. ഇനി നാഷണാലിറ്റി എന്ന് പറയുന്ന ടേം എന്തിൽ നിന്നും വന്നതാണ്? നമ്മുടെ കൾച്ചറിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നതാണ്. കാരണം നാഷണാലിറ്റി എന്ന് വെച്ചാൽ എന്തോന്നൊരു നാഷണൽ ഫീലിങ്സ് ഒക്കെ അല്ലേ. ഇനി അടുത്ത്, ദി ടേം ഡാഷ് ഈസ് സെൻട്രൽ ടു ദി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. എന്താണ്? സ്റ്റേറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റിൻ്റെയും പവേഴ്സിൻ്റെയും പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റഡിയാണെന്ന്. ഇനി അടുത്ത്, അക്കോർഡിംഗ് ടു ദി മാർക്സിസ്റ്റ് സ്റ്റേറ്റ് ഈസ് എ ഡാഷ്. നമ്മുടെ മാർക്സിസ്റ്റ് പറയുന്ന സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഒരു ക്ലാസസ് ഓർഗനൈസേഷൻ ആണ്. ഇനി അടുത്ത്, 4 എലമെൻറ്റ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ 4 എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ ഉണ്ടായിരിക്കും, ടെറിട്ടറി ഉണ്ടായിരിക്കും, ഗവൺമെൻറ് ഉണ്ടായിരിക്കും, സോവർണിറ്റിയും ഉണ്ടായിരിക്കും. ഇതും എന്തിൻ്റെ എലമെൻറ്റ്സ് ആണ്? നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇലമെൻസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ബൈൻഡ് ദി പീപ്പിൾ ടുഗദർ ഇൻ എ സ്റ്റേറ്റ് ലോ. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലോ ആണ് എന്ത് ചെയ്തത്? സ്റ്റേറ്റും പീപ്പിളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. ഇനി അടുത്ത്, ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നാണ് ഉണ്ടായത്? 1688. ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ രക്തരഹിത വിപ്ലവമാണ് കേട്ടോ, മലയാളത്തിൽ അതാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യനാണ്, ലിബറലിസം ഈസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി. ലിബറലിസം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫിയാണ്? ക്യാപിറ്റലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫിയാണ്. ഹു അഡ്വക്കേറ്റഡ് ദ ഫിലോസഫി ഓഫ് മാർക്സിസം? മാർക്സിസം ഉണ്ടാക്കിയത് ആരാണ്? നമ്മുടെ കാറൽ മാർക്സ് ആണ്. മാർക്സിസം ഈസ് എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് ക്യാപിറ്റലിസം. അതായത് നമ്മൾ ക്യാപിറ്റലിസത്തിനെതിരായിട്ടുണ്ടായ ഒരു സിദ്ധാന്തമാണ് മാർക്സിസം. ഇനി അടുത്ത്, മാർക്സിസം ഈസ് റിഗാർഡഡ് ആസ് ദി പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് ദി ക്ലാസ്. ഏത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ വർക്കിംഗ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗാന്ധിയെ പറ്റിയിട്ടാണ്. ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു സുപ്രീം ലീഡറാണ്. ഇദ്ദേഹം എന്താണ്? ഹരിജൻസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ അവരെയാണ് നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റിലും ഷെഡ്യൂൾ ട്രൈബ്സിലൊക്കെ പെടുന്ന ആളുകളാണ് നമ്മുടെ ഹരിജൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? നമ്മുടെ
KM മുൻഷി എന്ന് പറയുന്ന ആൾ എവിടെയുള്ള മനുഷ്യനാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽപ്പെടുന്ന ഒരാളാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബാക്കി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി സോഷ്യൽ ഇക്വാലിറ്റി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് സോഷ്യൽ ഇക്വാലിറ്റി എന്ന് വെച്ചാൽ എന്തോന്നാണ്? സോഷ്യൽ ഇക്വാലിറ്റി എന്ന് വെച്ചാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ദി സെക്ഷൻ ഓഫ് സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യ എന്നാണ് പ്രയാമ്പിൾ അഡോപ്റ്റ് ചെയ്തത്? 26 നവംബർ 1949 ഓക്കെ. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ വാസ് ഡ്രാഫ്റ്റഡ് ബൈ എന്താണ്? പ്രിയാമ്പിളാണ്. നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 ജനുവരി 26 ഇനി അടുത്ത് DPSP അഡോപ്റ്റ് ചെയ്തത് ഏത് രാജ്യത്തു നിന്നാണ്? DPSP എന്ന് വെച്ചാൽ നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. നമുക്ക് എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ DPSP അഡോപ്റ്റ് ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അത് എത്രാമത്തെ അമെൻമെൻ്റ് ആണ്? 44ാമത്തെ അമെൻമെൻ്റ് ആണ്. ഇനി അടുത്ത് ഇന്ത്യ ആസ് എ ഡാഷ് സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോസി ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നമുക്ക് ചില കൺട്രികളിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്കിപ്പം ചില രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ നമ്മളിപ്പം ഒരു സ്ഥലത്ത് നിന്ന് അമേരിക്കയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വേണമെങ്കിൽ അവിടെയും താമസിക്കാം, സ്വന്തം നാട്ടിലും താമസിക്കാം. നമുക്ക് 2 സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അമേരിക്കയിലോട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൗരത്വം എന്ത് ചെയ്യും? അബോളിഷ് ആയി പോകും. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യണം, ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഉള്ളത്. അപ്പം സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉള്ള രാജ്യത്തിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ആദ്യം നമ്മുടെ ഇന്ത്യയുടെ പേര് പറയണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത് റൈറ്റ് റിലീജിയസ് ഫ്രീഡം ഓഫ് ഇതിൻ്റെ ആർട്ടിക്കിൾ. നമുക്കറിയാം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് പഠിച്ച സമയത്ത് ഞാൻ കുറേ പറഞ്ഞായിരുന്നു, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾസൊക്കെ ഓർത്ത് വയ്ക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം റിലീജിയസുമായി ബന്ധപ്പെട്ട ഒരു റൈറ്റ് ഏതാണ് വന്നത്? നമ്മുടെ ആർട്ടിക്കിൾ 28 to 26. ഇനി അടുത്ത് അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ബന്ധപ്പെട്ട ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. എത്രാമത്തെ അമെൻമെൻ്റ് ആണ്? 86ാമത്തെ അമെൻമെൻ്റ് ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഒരു മാച്ച് ദി ഫോളോയിങ്സ് ആണ്. നിങ്ങൾക്ക് കാണാം ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സർഷറി, കോവാറൻറ്റ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി താഴെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് മാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ മാച്ച് ദി ഫോളോയിങ്സ് നിങ്ങൾ മാച്ച് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യുക. മാക്സിമം നിങ്ങൾ മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നമ്മൾ കുറേ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്ത് ഫുള്ളും അവർ ഫുള്ള് കണ്ടു എന്ന് പറഞ്ഞ് ഒന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങളിതിനെ നോട്ട് ഉണ്ടാക്കി വച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ